നമസ്കാരം, ഞാൻ ഷാലുവിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചട്നി ആയിട്ടാണ്. പീച്ചിങ്ങ കൊണ്ടുള്ള അടിപൊളിയൊരു ചട്നി. നമ്മൾ നോർമലി തേങ്ങ ചമ്മന്തി, മുളക് ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല കിടുക്കൻ ഒരു ചട്നിയാണിത്. മാത്രമല്ല, നമ്മുടെ പീച്ചിങ്ങ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. കൊളസ്ട്രോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വെജിറ്റബിളാണിത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു ചട്നി ചെയ്യുന്നത് ഹെൽത്തിന് നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ പീച്ചിങ്ങ ഇതേപോലെ ഇതിൻ്റെ ഷാർപ്പ് എഡ്ജസ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനുശേഷം ഇതൊരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് വേണം. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കണേ. ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് വേണം, 2 വെളുത്തുള്ളി, 5 വറ്റൽമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പീച്ചിങ്ങയുടെ ഷാർപ്പായിട്ടുള്ള എഡ്ജസും കുറച്ച് ഡാർക്കായിട്ടുള്ള ഇതിൻ്റെ തൊലിയും മാത്രം ഒന്ന് ഞാൻ സ്ക്രേപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു സൈസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ ആ ഒരു തൊലിയൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് വഴറ്റിയാണ് ചട്നി ആക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തുന്നവരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇതെപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരല്പം കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടി ഇടുന്നില്ല. ഇനി ഇതൊന്ന് ബ്രൗൺ ആയി വരുമ്പോൾ ഇതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പിയിൽ ചുവന്നുള്ളി തന്നെ യൂസ് ചെയ്യാൻ നോക്കണേ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ചട്നിക്ക് തരുന്നത്. ഞാനിപ്പോൾ ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സവാള എടുത്തിരിക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും സവാള വെച്ചിട്ട് ഈ ചട്നി ചെയ്താലും. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ 5 വറ്റൽമുളക് ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലിടാം കേട്ടോ. ഞാനിവിടെ ഇതിൽ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചിലർക്ക് ഈ കറിവേപ്പിലയൊക്കെ അരച്ചെടുക്കുന്നത് ഇഷ്ടമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറിവേപ്പില ഇപ്പോൾ അരയ്ക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. കടുക് താളിക്കുമ്പോൾ ചേർത്താൽ മതിയാവും. ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞളിൻ്റെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം കൂടെ ഇതിൽ ഈ പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട്
നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വെന്ത് വരണം എന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ ഇത് മൂടുന്നില്ല, തുറന്ന് വെച്ച് തന്നെ വഴറ്റിയെടുക്കുകയാണേ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം തന്നെ നമ്മുടെ ചട്നിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോഴേ വരുന്നുണ്ട്. ഇതിൽ കായപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചട്നിക്ക്. ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് ഒരുപാട് പേസ്റ്റ് പോലെ അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് തരിതരിയായിട്ട് കിടക്കുന്നതാണ് ഈ ചട്നിയുടെ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തരിതരിയായിട്ട് വരുന്നത് പോലെ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. അപ്പം നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊന്ന് തരിതരിയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഈ ചട്നിയിൽ ഇതൊന്ന് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ കടുക് താളിക്കുമ്പോൾ ചട്നിയിലൊക്കെ ഇങ്ങനെ കുറച്ച് കായപ്പൊടി ചേർത്താൽ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമ്മൾ ഈ താളിച്ചത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ കായത്തിൻ്റെയൊക്കെ മണമാണ് ആദ്യം മുന്നിൽ വരുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ പീച്ചിങ്ങയൊക്കെ വഴറ്റിയിട്ട് അരയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർത്താണ് അരച്ചത്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിടാം കേട്ടോ. ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഇതേപോലെ നമ്മുടെ ഈ ചട്നിയിലൊന്ന് മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ പീച്ചിങ്ങ വാങ്ങിയിട്ട് ഇതേപോലെ ചട്നി ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യണേ.